Hello friends, Technique Malayalam വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഡിവൈസ് ഒരു OnePlus ഡിവൈസ് ആണ്. ഇത് OnePlus ഏറ്റവും വില കുറഞ്ഞ സ്മാർട്ട് ഫോൺ ആണ് ഇന്ത്യയിൽ. കാരണം OnePlus ഇതുവരെ ഇറക്കിയ സ്മാർട്ട് ഫോൺ എനിക്ക് തോന്നുന്നു OnePlus CE2 ആണ്. ഓൾമോസ്റ്റ് ഒരു 20,000 to 25,000 പ്രൈസ് സെഗ്മെന്റിൽ വരുന്ന ഒരു ഡിവൈസ്. അപ്പോൾ അതിലും താഴെയാണ് ഇപ്പോൾ വരുന്ന ഡിവൈസ്. ഇതിന്റെ പേരാണ് OnePlus Nord CE2 Lite. ഇതും 5G ഡിവൈസാണ്. അപ്പോൾ OnePlusന്റെ കുറേ കൂടെ അഫോർഡബിൾ കാറ്റഗറിയിൽ വരുന്ന ഡിവൈസാണിത്. അപ്പോൾ ഇതിൽ വരുന്നത് ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 695 ചിപ്പാണ്. നമുക്കറിയാം 695 ഒരുപാട് ഡിവൈസസിൽ വന്ന ഒരു ചിപ്പാണ്. അപ്പോൾ ഈ ഡിവൈസിൽ ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്, അതേപോലെ ഇതിൻ്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ OnePlus Nord CE2 Lite 5G ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന മീഡിയ ബോക്സ്. ഇതല്ല ആക്ച്വൽ ബോക്സ് ഇതിനകത്താണുള്ളത്. അപ്പോൾ ബോക്സിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്, അതേപോലെ ഇതിൻ്റെ ക്യാമറ സാമ്പിൾസ്, ഇതിൻ്റെ ഡിസ്പ്ലേ പെർഫോമൻസ് എല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ആക്ച്വൽ OnePlus Nord CE2 ലൈറ്റിൻ്റെ ബോക്സ്. നേരത്തെ കാണിച്ചത് ഇതിൻ്റെ പുറത്തുള്ളൊരു ബോക്സ് ആയിരുന്നു. അതിനകത്ത് വേറെ ആക്സസറീസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇത് OnePlus Nord ആക്ച്വൽ റീറ്റെയിൽ ബോക്സ് ആണിത്. അപ്പോൾ ഇവിടെ ബാക്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. OnePlus Nord CE2 Lite 5G 8GB റാമും 128GB സ്റ്റോറേജുമാണ് വരുന്നത്. പിന്നെ സാർ വാല്യൂ ഹെഡ്സ് ആർ 1.186 ആണ്. ബോഡി സാറാണ് 0.709. വെയിറ്റ് എന്ന് പറഞ്ഞാൽ 195 grams ആണ് വരുന്നത്. 8.5 mm തിക്നെസ് ആണ് വരുന്നത്. ബ്ലൂ ടൈഡ് എന്ന് പറഞ്ഞ കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു ബ്ലാക്ക് കളറുണ്ട്, ബ്ലൂ ടൈഡ്, അങ്ങനെ രണ്ട് കളറാണ്. ക്വാൾകോം 5G എഴുതി കാണാം. പിന്നെ ആസ് യൂഷ്വൽ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ബോക്സ് തുറന്നിട്ട് ഡിവൈസ് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് മുകളിലിരിക്കുന്ന ബോക്സ്. ഇതിനകത്ത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആസ് യൂഷ്വൽ കേസ് ആവാനെന്ന് വിചാരിച്ചു, അതെ കേസാണ്. അപ്പോൾ നമുക്കൊരു OnePlus Nord CE2 ലൈറ്റിനിടാനുള്ള ഒരു TPU കേസാണ്. ഇതിനകത്ത് എന്താ നോക്കാം. ഇതിനകത്തൊരു സിം ഇജക്റ്റ് പിൻ കാണാം. അതേപോലെ തന്നെ നോർഡിൻ്റെ കുറച്ച് കാർഡ് മെമ്പർഷിപ്പ് കാണാം. അതുണ്ടല്ലോ, റെഡ് കേബിൾ ക്ലബിന് മെമ്പർഷിപ്പ് ഉണ്ട്. പിന്നെ ഒരു എന്താ പറയുക, വെൽക്കം നോട്ട് ഉണ്ട്. പിന്നെ നോർഡിൻ്റെ കുറച്ച് സ്റ്റിക്കേഴ്സ് കാണാം. സേഫ്റ്റി ഇൻഫർമേഷൻ, അതേപോലെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് ഉണ്ട്. ഇവിടെ നമുക്ക് ബാക്കിയുള്ള സെൻസേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഉണ്ടല്ലേ നാനോ സിം പ്ലസ് സിം മൈക്രോ SD, അതായത് ഹൈബ്രിഡ് സ്ലോട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഡെഡിക്കേറ്റഡ് സ്ലോട്ടല്ല. അപ്പോൾ ഇത്രയാണ് ഈ ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഫോണൊന്ന് പുറത്തേക്ക് എടുക്കാം. ഉണ്ടോ, ഫോൺ പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് ബാക്കി എന്താ ബോക്സിനകത്ത് കൂടി നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു 33 watt അഡാപ്റ്ററാണ്. കണ്ടില്ലേ, 33 watt എന്ന് എഴുതിയതാണ്. 11 volt 3 ampere സൂപ്പർ വൂക്ക് 33 watt അഡാപ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു റെഡ് കേബിളാണ്, USB Type A to Type C കേബിളാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫോണൊന്ന് ബൂട്ട് ചെയ്യാം, ബാക്കി വിശേഷങ്ങൾ പറയാം. അപ്പോൾ ഞാൻ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്, കംപ്ലീറ്റ് സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു ഫുൾ HD റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. ഇത് IPS LCD പാനലാണ്. ഫസ്റ്റ് ടൈമാണ് ഇന്ത്യയിൽ OnePlus ഒരു AMOLED അല്ലാത്ത ഒരു ഫോൺ ഇറക്കണം. ഇതുവരെ ഇറക്കിയ എല്ലാ ഫോണും തന്നെ AMOLED ആയിരുന്നു. ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. ഒരു പഞ്ച് ഹോൾ സെൽഫി ക്യാമറ കാണാം. പിന്നെ ഡിസൈൻ എലമെൻറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു ഡിസൈനായിട്ട് എനിക്ക് തോന്നി. നല്ലൊരു ഫിനിഷാണ്. ഇത് പോളികാർബണേറ്റ് ആണെങ്കിൽ നല്ലൊരു മാറ്റ് ഫിനിഷ്, നല്ലൊരു പ്രീമിയം ലുക്കിംഗ് എക്സ്പീരിയൻസ് ആണ് വരുന്നത്, പ്രത്യേകിച്ച് ബ്ലൂ കളർ. ഇവിടെ നമുക്ക് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. 64 MP പ്രൈമറി സെൻസറാണ്. അതേപോലെ ഒരു മാക്രോ സെൻസറും ഡെപ്ത് സെൻസറുമാണ് വരുന്നത്. അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല. പിന്നെ ഇവിടെ നമുക്കൊരു പാറ്റേൺ കണ്ടില്ല, ഒരു ഡിഫറെൻറ്റ് പാറ്റേൺ കാണാം. ഓവറോൾ ഒരു നല്ലൊരു ഫിനിഷാണ്. ഇവിടെ നല്ലൊരു മാറ്റ് ഫിനിഷാണ്. ഇവിടെ ഒരു സോഫ്റ്റ് മാറ്റ് ഫിനിഷാണ്. OnePlusൻ്റെ ലോഗോയും കാണാം. അപ്പോൾ ഇത്രയാണ് ബോക്സിൻ്റെ ഡിസൈൻ ആസ്പെക്ട് പറയുന്നത്. ഇവിടെ നമുക്ക് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത്. പവർ ബട്ടണും സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ മോൾ ഭാഗത്ത് നമുക്ക് ഓപ്പണിങ്സോ സ്ലോട്ട്സോ ഒന്നുമില്ല. കുറച്ചൊരു ഫ്ലാറ്റ് സൈഡ് പാനലാണ് കൊടുത്തിരിക്കുന്നത്. താഴത്ത് 3.5 മെമ്മറി ജാക്കും USB Type C പോർട്ടും സ്പീക്കർ യൂണിറ്റുമാണ് വരുന്നത്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ സിം ട്രേ, ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഹൈബ്രിഡ് സ്ലോട്ടാണ്. അതേപോലെ നമുക്ക് വോളിയം കീസുമാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഡിസൈൻ ആസ്പെക്റ്റിൽ പറയുകയാണെങ്കിൽ നല്ലൊരു ഇൻഹാൻഡ് ഫീലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് എനിക്ക് ബാക്ക് പാനൽ ഡിസൈൻ ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഫീലുമുണ്ട്. അതേപോലെ നല്ലൊരു മെറ്റീരിയൽ ഫിനിഷിങ് ഓവറോൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ. ഇനി ഡിസ്പ്ലേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്ന 6.59 inches ഡിസ്പ്ലേ ആണ്. 1080p റെസൊല്യൂഷൻ നേരത്തെ പറഞ്ഞു. 20:9 ആസ്പെക്ട് റേഷ്യോ. 120 Hz റിഫ്രഷ് റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. 60 Hz 120 Hz ആണുള്ളത്. നമ്മൾ ഡിസ്പ്ലേ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് ആക്ച്വലി ചേഞ്ച് ആവുന്നതാണ്. ഡിസ്പ്ലേ സെറ്റിംഗ്സ് പോയി കഴിഞ്ഞാൽ അതുണ്ടല്ലേ, സ്ക്രീൻ റിഫ്രഷ് റേറ്റ് ഹൈ,
സ്റ്റാൻഡേർഡ് അങ്ങനെ 2 ഓപ്ഷൻസാണ് വരുന്നത്. അപ്പോൾ നല്ല ഒരു ക്വാളിറ്റി ഡിസ്പ്ലേ എന്ന് പറയും. ഇത് AMOLED അല്ലെങ്കിൽ നല്ലൊരു ക്വാളിറ്റി ഉണ്ട് ഡിസ്പ്ലേക്ക്, നല്ലൊരു വൈബ്രൻറ്റ് കളേഴ്സുമാണ്, അതേപോലെ അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് ലെവൽസും ഉണ്ട്. ടച്ച് റെസ്പോൺസ് ആണെങ്കിലും വളരെ സ്മൂത്ത് ആയിട്ട് എനിക്ക് തോന്നി, പ്രോബ്ലംസ് ഒന്നും തന്നെ ഞാൻ ഫേസ് ചെയ്തില്ല. അപ്പോൾ നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റി ആണെന്ന് പറയാം. AMOLED അല്ല എന്നുള്ള ബാക്കി ഒഴിച്ച് കഴിഞ്ഞാൽ എന്നാൽ നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ ഉണ്ട്. LCDയിലും നല്ല ക്വാളിറ്റിയുടെ ഡിസ്പ്ലേ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഡിസ്പ്ലേ ആയിട്ട് ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. ഇനി പെർഫോമൻസിൻ്റെ കാര്യം നമുക്ക് പറയാം. ഇതിന് പവർ ചെയ്തിരിക്കുന്നത് ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 695 5G ചിപ്പാണ്, Adreno 619 GPU ആണ്, റാം 8GB റാമാണെന്ന് നേരത്തെ പറഞ്ഞു, 128GB സ്റ്റോറേജ് ആണ് വരുന്നത്, UFS 2.2 സ്റ്റോറേജ് സപ്പോർട്ടും LPDDR4X റാമുമാണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുമെന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഈ സ്നാപ്ഡ്രാഗൺ 695 ഒരുപാട് ഡിവൈസസിൽ ഈ അടുത്ത് കണ്ടതാണ്. അപ്പോൾ അതിലെല്ലാം തന്നെ നല്ലൊരു പെർഫോമൻസ്, അതേപോലെ ഒരു 20,000 പ്രൈസ് സെഗ്മെൻറ്റിൽ നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസും തരുന്ന ഒരു ചിപ്പാണ് സ്നാപ്ഡ്രാഗൺ 695. അപ്പോൾ അത് ഇവിടെ നമുക്ക് ആ എക്സ്പീരിയൻസ് കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയാം. ഇവിടെ നമുക്ക് കിട്ടുന്നത് OnePlusൻ്റെ Oxygen OS ആണ് കിട്ടുന്നത്. OnePlusൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് ആൻഡ്രോയിഡും കിട്ടുന്നുണ്ട്. Android 12 ആണ് കിട്ടുന്നത്, 8GB റാം. അതേപോലെ നമുക്ക് എക്സ്റ്റെൻഡബിൾ റാം ഉണ്ട്, അപ് ടു 5GB എക്സ്റ്റെൻഡ് ചെയ്യാം റാം എക്സ്പാൻഷൻ ഫീച്ചർ വെച്ച്. പിന്നെ 695 ചിപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കാണാം 128GB സ്റ്റോറേജും OnePlus Nord CE Lite 5G എന്ന് കാണാം. അപ്പോൾ ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് Oxygen OS ആൻഡ്രോയിഡ് വരുന്നുണ്ട്. പിന്നെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് നമുക്ക് പോയി കഴിഞ്ഞാൽ OnePlus ഷെൽഫ്, വർക്ക് ലൈഫ് ബാലൻസ്, ജസ്റ്റേഴ്സ് ഇൻ മോഷൻ, സ്ക്രീൻ റെക്കോർഡിംഗ്, അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നമുക്ക് പേഴ്സണലൈസേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അഡീഷണൽ ഓപ്ഷൻസ് കാണാം പേഴ്സണലൈസ് ചെയ്യാൻ. ക്വിക്ക് സെറ്റിങ്സ്, കളേഴ്സ്, ഫോൺസ് ആൻഡ് ഡിസ്പ്ലേ, ഐക്കൺസ്, തീംസ്, ഇങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ റെഗുലർ നമ്മൾ OnePlusൽ കിട്ടുന്ന അതേ UI തന്നെയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആണെന്ന് പറയാം. എങ്കിലും നമ്മൾ കുറച്ചും കൂടെ യൂസ് ചെയ്താലേ നമുക്ക് കുറിച്ച് വേർഡിക്റ്റ് പറയാൻ പറ്റും. ഇതിൻ്റെ പെർഫോമൻസ്, അതേപോലെ ആപ്പ് റെസ്പോൺസ് ടൈമും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ടെസ്റ്റ് ചെയ്ത് വിശദമായി പറയുന്നതാണ്. എങ്കിലും നമുക്ക് ഫസ്റ്റ് ഇംപ്രഷൻസ് എനിക്ക് കുഴപ്പമില്ലാത്ത ഒരു UI ആയിട്ട് തോന്നി. പ്രോബ്ലംസ് ഒന്നും തന്നെ ഞാൻ ഫേസ് ചെയ്തില്ല. ഇനി ബാറ്ററീൻ്റെ കാര്യം പറയുമ്പോൾ ഇതിനകത്ത് 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്, 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചാർജിങ് പ്രോബബ്ലി ഒരു 1 hour തീരുന്നതാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും ടെസ്റ്റ് ചെയ്യണം, എന്നാലേ പറയാൻ പറ്റുള്ളൂ. സാധാരണ 33 വാട്ട് ചാർജർ 1 hour to 1 hour 15 minutesൻ്റെ ഉള്ളിലാണ് തീരാറ്. അപ്പോൾ ഇവിടെയും നമുക്ക് 5000 mAh കപ്പാസിറ്റി ബാറ്ററി ആ സമയം എടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ക്യാമറയിലേക്ക് പോകാം. ഇതാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്. നമുക്കിവിടെ കിട്ടുന്നത് ഒരു 64 MP പ്രൈമറി സെൻസറാണ്, f1.7 അപ്പേച്ചറാണ് വരുന്നത്. പിന്നെ സെക്കൻഡറി 2 MP മാക്രോ ലെൻസും 2 MP ഡെപ്ത് സെൻസറാണ് വരുന്നത്. അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ മിസ്സിംഗ് ആണ് ഇതിനകത്ത്, അതൊരു പോരായ്മയായിട്ട് വേണമെങ്കിൽ പറയാം. പിന്നെ ഫ്രണ്ട് ക്യാമറേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒരു സോണി IMX471 16 MP സെൻസറാണ് കൊടുത്തിരിക്കുന്നത്, f2.0 അപ്പേച്ചറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ക്യാമറ UI നമുക്ക് എടുത്ത് നോക്കാം. ക്യാമറ UIയിൽ വീഡിയോ റെക്കോർഡിംഗ് നമുക്കറിയാം 1080p റെസൊല്യൂഷനേ മാക്സിമം ഉള്ളൂ. കാരണം 695ന് 4K സപ്പോർട്ടില്ല. ഇവിടെ 1080p at 30 FPS മാത്രമേ ഉള്ളൂ. അതേപോലെ നമുക്ക് വീഡിയോ റെക്കോർഡിംഗ്, നൈറ്റ് മോഡ്, പോർട്രേറ്റ്, അഡീഷണൽ മോഡ്സ് കഴിഞ്ഞ് പ്രോ മോഡ്, മാക്രോ, ഡ്യുവൽ വീഡിയോ, ഇങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. ഇതെല്ലാം OnePlus Nord CE Lite എന്ന് എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. എനിക്ക് ക്യാമറ ഫസ്റ്റ് ഇംപ്രഷൻസ് എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് തരുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കൂടുതൽ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ വിശദമായി ക്യാമറയെക്കുറിച്ച് പറയുന്നതാണ്. പക്ഷേ ഫസ്റ്റ് ഇംപ്രഷൻസിൽ എനിക്ക് കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നിയത്. പിന്നെ ഇത് 5G സപ്പോർട്ടഡ് ഡിവൈസാണ്. എനിക്കൊന്ന് 5G 7 ബാൻഡ്സ് എന്തോ സപ്പോർട്ടഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് തന്ന ഡോക്യുമെൻറ്റിൽ അതാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഞാൻ അതൊന്നും കൂടെ ക്ലാരിഫൈ ചെയ്തിട്ട് പറയാം. എൻ്റെ ഓർമ്മയിൽ അറൗണ്ട് 7 5G ബാൻഡ്സ് ആണ് ഇത് സപ്പോർട്ട് ചെയ്യണമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതായിരുന്നു OnePlus Nord CE Liteൻ്റെ ഒരു അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. അപ്പോൾ ഓവറോൾ പറയുകയാണെന്ന് വെച്ചാൽ ഈ ഫോണിൻ്റെ പ്രൈസിങ് നമുക്ക് ഇപ്പോൾ അറിയില്ല, അൺബോക്സ് ചെയ്യുന്ന സമയത്ത് അറിയില്ല. പ്രോബബ്ലി എനിക്ക് തോന്നുന്നു ഒരു 20,000 രൂപയിൽ താഴെ ആവാനാണ് ചാൻസ്. ഒരു 17, 18 അല്ലെങ്കിൽ 19,000 ആ റേഞ്ച് ആവാനാണ് ചാൻസ്. എങ്കിലും നമുക്ക് അറിയില്ല, ഇത് നമ്മുടെ ഒരു ഊഹം മാത്രമാണ് ഇതായിരിക്കും പ്രൈസിങ് എന്നുള്ളത്. കാരണം സ്പെക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 20,000 ഡെഫിനറ്റ്ലി താഴെ ആയിരിക്കുള്ളൂ. കാരണം OnePlus Nord CE 2 ഒക്കെ 20 മുകളിലാണ്. അപ്പോൾ അതിലും താഴെ ഉള്ള ഒരു പ്രൈസ് സെഗ്മെൻറ്റാണ് OnePlus ഇത്തവണ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട ഒരു നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു OnePlus Nord CE Liteൻ്റെ അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിനൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.